തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു. തിരുമല സ്വദേശി ആനന്ദ് തമ്പിയാണ് മരിച്ചത്. ആത്മഹത്യാക്കുറിപ്പിൽ BJP RSS നേതാക്കൾക്കെതിരെ പരാമർശമുണ്ട്. തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആനന്ദ് തീരുമാനിച്ചിരുന്നു. BJP നേതാക്കൾക്ക് മണ്ണ് മാഫിയയുമായി ബന്ധമുണ്ടെന്നും മണ്ണ് മാഫിയയുടെ ആളെയാണ് തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയതെന്നും ആനന്ദ് ആരോപിക്കുന്നു. സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ എല്ലാ പാർട്ടികളിലും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് ആദ്യമായാണ് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നു? ഇയാൾ തൃക്കണ്ണാപുരത്ത് BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വന്നതിന് പിന്നാലെ തന്നെ നേതൃത്വത്തോട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. അവിടെ സ്ഥാനാർത്ഥിയാകാമെന്നൊരു പ്രതീക്ഷയാണ് ഉണ്ടാകുകയും ചെയ്തിരുന്നത്. പിന്നീടാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കില്ല എന്നുള്ള വിവരം അറിയുന്നത്. തന്നെ തഴഞ്ഞുകൊണ്ട് മറ്റൊരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അവിടെ വിനോദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്. അതിലുള്ള ഒരു മാനസിക വിഷമത്തിലാണ് ഇയാൾ ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 16ാം വയസ്സ് മുതൽ RSSൽ പ്രവർത്തിക്കുകയാണ്. പിന്നീട് BJPയുടെ സജീവ പ്രവർത്തനമായി നിൽക്കുകയും ചെയ്തു. കോളേജ് ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്തൊക്കെ ABVP ഉൾപ്പെടെയുള്ള സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുകയും അതിനുശേഷം അതിൽ ഓരോ പ്രവർത്തനങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഒരാൾക്ക് എന്ന നിലയിൽ തനിക്ക് സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് തന്നെ തഴഞ്ഞുകൊണ്ട് മണ്ണ് മാഫിയയുടെ ഭാഗമായിട്ടുള്ള ഒരാളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നത്. അതിനുശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആനന്ദ് തീരുമാനിക്കുന്നു. അത്തരത്തിൽ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. വോട്ട് ചോദിക്കലൊക്കെ എത്രത്തോളം ഉണ്ടായെന്ന് അറിയില്ല. പക്ഷേ ഇയാൾ സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാർഡുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ കാർഡുകളാണ് നമ്മൾ സ്ക്രീനിൽ കാണുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ മത്സരിക്കുന്ന സമയത്ത് പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ നിന്ന് പിന്മാറണമെന്ന കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഭീഷണിയും ഉണ്ടാകുന്നു. അതോടൊപ്പമാണ് തൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അവർ നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തു, സ്ഥാനാർത്ഥിത്വത്തിൽ പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഭാര്യ ഇതുമായി ബന്ധപ്പെട്ട് വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായും അതിലൊക്കെ ഉള്ള ഒരു വിഷമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഇന്ന് വൈകിട്ടാണ് വീടിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അവിടെ വീട്ടിൽ വെച്ച് തന്നെ മരണം സ്ഥിരീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം വീട്ടുകാരൊക്കെ അറിയിച്ചതിനെ തുടർന്ന് പാർട്ടിക്കാരൊക്കെ എത്തിയാണ് മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഇയാൾ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയതിന് ശേഷം അത് വാട്സപ്പിൽ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇനി എന്തെങ്കിലും തരത്തിൽ ഇടപെടലുകളോ ഭീഷണിയോ സമ്മർദ്ദമൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ നേതാക്കളുടെ ഭാഗത്താണ് അത്തരത്തിൽ ഉണ്ടായത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രാദേശിക നേതാക്കൾ മാത്രമാണ് ആശുപത്രിയിലോട്ട് എത്തിയിട്ടുള്ളത്. അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഇപ്പോൾ ഒപ്പമുള്ളത്. അവരാരും ഇതുവരെയും നമ്മളോട് ഒരു വിവരങ്ങൾ പറയുകയോ സംസാരിക്കുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല. പക്ഷേ കൂടുതൽ നേതാക്കൾ വന്ന് നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. സിജോ, മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം ആനന്ദ് പാർട്ടി അറിയിക്കുക മാത്രമാണോ ചെയ്തത്? അതല്ല, മത്സരിപ്പിക്കാമെന്നുള്ള ഉറപ്പ് എന്തെങ്കിലും ആനന്ദിന് പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നോ? അതല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ സമ്മർദ്ദങ്ങൾ പല വഴിക്കുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഭീഷണിയോ മറ്റോ ആനന്ദ് നേരിട്ടതായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ഇത് പിന്മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും തുടങ്ങിയ കാര്യങ്ങൾ അയാളുടെ ഈ കുറിപ്പിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിയും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മാനസിക വിഷമം ഇയാൾക്ക് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്ന് അതിൻ്റെ നേതൃത്വം തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യേണ്ടത്. എന്തായാലും ഇയാളെ കാര്യത്തിൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. കാരണം 16ാം വയസ്സ് മുതൽ RSSമായി പ്രവർത്തിക്കുകയാണ്. അതിനുശേഷം ABVPയിലൊക്കെ പ്രവർത്തിച്ചു. BJPയുടെ സജീവ പ്രവർത്തകനായിരുന്നു. അപ്പോൾ അങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളെന്ന
നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ മത്സരിക്കണമെന്ന് താല്പര്യം അറിയിച്ചു. അതിനോട് നേതൃത്വം എന്താണ് ഉറപ്പ് നൽകിയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഇയാൾക്ക് പകരം അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഒരു മണ്ണ് മാഫിയയുടെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരാളെയാണ്. അത് കൂടുതൽ വിഷമപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെയും കൂടി നിലപാടെടുക്കണം, അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ ഒരു പോരാട്ടവുമായി മുന്നോട്ട് പോകണം എന്ന കാര്യം ഇയാൾ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് വരാൻ തീരുമാനിക്കുന്നത്. പക്ഷെ അങ്ങനെ സ്ഥാനാർത്ഥിത്വമായി മുന്നോട്ട് പോകുന്ന സമയത്ത്, അതിന്റെ പ്രചരണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇയാൾക്ക് മേൽ ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെ നേതാക്കൾ എന്നുള്ളത് ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും അങ്ങനെ സമ്മർദ്ദം ഉണ്ടായതിന്റെ ഭാഗമായാണ് ആത്മഹത്യയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ലഭിക്കുന്നത് കുറിപ്പ് മാത്രമാണ്, നമ്മുടെ മുന്നിലുള്ളത് ആ കുറിപ്പ് മാത്രമാണ്. അവരുടെ പ്രവർത്തനം അയാൾ പറയുന്നത് വിവരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള ആ കുറിപ്പ് മാത്രമാണുള്ളത്. ഇനി നേതാക്കളുടെ പ്രതികരണം നമ്മൾ അല്പസമയത്ത് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉറപ്പ് നൽകിയിരുന്നോ, അതല്ല ഇയാൾ ആരോപിക്കുന്നത് പോലെ ഏതെങ്കിലും മണ്ണ് മാഫിയയുടെ ഭാഗമായിട്ടുള്ള ആളുകളെയാണോ ഇത്തരത്തിൽ ഇത് സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ. സിജോ, നമുക്കറിയാം തിരുമല അനിലിന്റെ ആത്മഹത്യ തന്നെ ബി ജെ പി വലിയ തരത്തിൽ പ്രതിസന്ധി